നഗരത്തിലെ കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് യുവാവ് എക്സിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ ചർച്ചയാകുന്നു. കർണാടകയിലെ മൈസൂരിൽ നിന്നുള്ള ഗണേഷ് ശങ്കർ എന്ന യുവാവാണ് തന്റെ അയൽവാസിയായ കുട്ടി ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിക്കുന്നതെന്ന് എക്സിൽ കുറിച്ചത്. കന്നഡയിലോ മാതൃഭാഷയിലോ തമിഴിലോ ആ കുട്ടി സംസാരിക്കുന്നില്ലെന്നും അവൻ ഇതിനോടകം തന്നെ ഇംഗ്ലീഷ് ആക്സന്റ് പഠിച്ചു എന്നും യുവാവ് പറയുന്നു. ഇതൊരു സ്റ്റാറ്റസിന്റെ പ്രശ്നമായാണ് പലരും കാണുന്നതെന്നും മാതൃഭാഷ പഠിച്ചില്ലെങ്കിലും ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതിയെന്ന മനോഭാവമാണ് ഇതിന് പിന്നിലെന്നും ഗണേഷ് കുറിച്ചു. ഈ പോസ്റ്റിന് താഴെ ഒട്ടേറെ പേരാണ് മാതൃഭാഷയുടെ ഉപയോഗം കുറയുന്നതിന്റെയും നഗരങ്ങളിലെ വീടുകളിൽ ഇംഗ്ലീഷിനോടുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യത്തെക്കുറിച്ചുമുള്ള ആശങ്ക പങ്കുവച്ചത്. പുതിയ കാലഘട്ടത്തിലെ ഒരു പ്രതിഭാസമാണ്. ഇവിടെയും ഇതേ അവസ്ഥയാണ്. ചെറിയ കുട്ടികൾക്ക് ഹിന്ദിയോ അവരുടെ മാതൃഭാഷയോ മനസ്സിലാകുന്നില്ല. അമേരിക്കൻ ഉച്ചാരണത്തോടെയുള്ള ഇംഗ്ലീഷ് മാത്രമാണ് മനസ്സിലാകുക, ഒരു ഉപഭോക്താവ് എഴുതി. ബംഗളൂരുവിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കുട്ടികളോട് ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്ന കന്നഡക്കാരെ എനിക്കറിയാം. പ്രധാന കാരണം അപഹർഷതാബോധവും 12ാം ക്ലാസ് കഴിഞ്ഞയുടൻ കുട്ടികളെ വിദേശത്തേക്ക് അയക്കാനുള്ള ആഗ്രഹവുമാണ്. എൻ്റെ അടുത്തുള്ള മിക്കവരും നിർഭാഗ്യവശാൽ അവരുടെ കുട്ടികളോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെന്നും മറ്റൊരു ഉപഭോക്താവ് കുറിച്ചു. കുട്ടികൾ അവരുടെ മാതൃഭാഷ പഠിക്കുന്നില്ല എങ്കിൽ അവരുടെ കുടുംബവേരുകളുമായുള്ള ബന്ധം ഏതാണ്ട് അവസാനിച്ചെന്നും ഞാൻ കരുതുന്നു. പിന്നീട് സമ്മർദ്ദം കൊണ്ട് അത് മാറ്റാൻ കഴിയില്ല. കുട്ടികൾക്ക് അവരുടെ സ്വാഭാവികവും സാംസ്കാരികവുമായ വ്യക്തിത്വം നിഷേധിക്കപ്പെടുന്നതിന് മാതാപിതാക്കളെ ഞാൻ കുറ്റപ്പെടുത്തും എന്നായിരുന്നു മറ്റൊരാളുടെ പ്രതികരണം. എന്നാൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നും ഒരു എക്സ് ഉപഭോക്താവ് ഇതിന് വിപരീതമായ ഒരു കാഴ്ചപ്പാട് പങ്കുവച്ചു. ഇതൊരു ഇന്ത്യയിലെ പ്രശ്നമാണെന്നും ഞാൻ കരുതുന്നു. എൻ്റെ മകളും ഇവിടെയുള്ള കുറച്ചു കുടുംബാംഗങ്ങളും കന്നഡ സംസാരിക്കുന്നുണ്ട്. ഇവിടെ സർക്കാർ ധനസഹായത്തോടെ ഒരു കന്നഡ സ്കൂളുമുണ്ട്. അവിടെ നടക്കുന്നത് എന്താണെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്നും അവർ കുറിച്ചു. മാതാപിതാക്കൾ എന്ന നിലയിൽ വീട്ടിൽ നമ്മുടെ മാതൃഭാഷ സംസാരിക്കുന്നതെല്ലാം മുൻകൈയെടുക്കണം. കുട്ടികൾ ഇംഗ്ലീഷിലേക്ക് മാറിയേക്കാം, എന്നാൽ അവരെ സ്നേഹത്തോടെ തിരികെ കൊണ്ടുവരണമെന്നും മറ്റൊരാൾ നിർദ്ദേശിച്ചു.